ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്നൊരു നല്ല അടിപൊളി ചമ്മന്തിപ്പൊടി റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് മുരിങ്ങയില നല്ല ക്രിസ്പി ആയിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ഡ്രൈ റോസ്റ്റാണ് കേട്ടോ ചെയ്യണത്. ഇതുപോലെ ആവുമ്പോൾ നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ പീസ് പരിപ്പ്, 2 ടേബിൾ സ്പൂൺ ഉഴുന്ന്, 2 ടേബിൾ സ്പൂൺ മല്ലി, കുറച്ച് കുരുമുളക്, 2 ടേബിൾ സ്പൂൺ പൊട്ടുകടല അല്ലെങ്കിൽ കടലപ്പരിപ്പായാലും മതി കേട്ടോ. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തതിന് ശേഷം മുരിങ്ങയിലയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഒരു 5 വറ്റൽമുളക്, 3-4 അല്ലി വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള വാളൻപുളി, ഇതെല്ലാം കൂടി ചേർത്ത് ഡ്രൈ റോസ്റ്റ് ചെയ്ത് നമുക്ക് മുരിങ്ങയില കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിലും ആ മുളക് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. പക്ഷേ അത് അധികം നാൾ നിൽക്കൂല, ഇതാകുമ്പോൾ നിന്നോളും. മിക്സിയിലെ ജാറിലേക്ക് ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് കറക്കിയിട്ടെടുക്കാം. ഇത് ദോശയ്ക്കും ഇഡ്ഡലിക്കും നല്ല അടിപൊളി ചമ്മന്തിപ്പൊടിയാണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് നമ്മൾ ഉപയോഗിക്കാൻ നേരത്ത് ഒരു ടേബിൾ സ്പൂൺ ആവശ്യത്തിന് എടുത്തതിന് ശേഷം അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചാലിച്ച് കഴിക്കാവുന്നതാണ്. നല്ല അടിപൊളി ചമ്മന്തിപ്പൊടിയാണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു, ബൈ ബൈ.